പ്രിയങ്ങളെ, വളരെ അപ്രതീക്ഷിതമായിട്ട് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ലേ? ഇന്ന് അങ്ങനെ ഒരു ദിവസത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ദേ ഉച്ചയായപ്പോൾ ഒരു സ്വിഗ്ഗി ഡെലിവറി ബോയ് എൻ്റെ കയ്യിൽ എത്തിച്ചു തന്നതാണ് ഈ പാഴ്സൽ. ആള് മാറിയെങ്ങാനും കൊണ്ടുവന്നതാണെന്നോർത്ത് ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നെ മനസ്സിലായി അതല്ല എനിക്കുള്ളതാണെന്ന്. അപ്പോൾ കൺഫേം ആക്കിയ സ്ഥിതിക്ക് പാഴ്സലൊക്കെ പൊട്ടിച്ചു. മോമോസിൻ്റെ ഒരു പാക്കറ്റ്, പിന്നെ രണ്ട് മൂന്ന് കട്ട്ലറ്റ്, പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു കേക്ക്. ഇത് ഒരുപാട് ദൂരങ്ങളിലിരുന്ന് എനിക്കായിട്ട് ഓർഡർ ചെയ്ത് തന്നത് എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ പ്രിയപ്പെട്ട ആതിരക്കുട്ടി. അത്രമേൽ സ്നേഹത്തോടെ തന്നതുകൊണ്ട് അതിൻ്റെ രുചിയെപ്പറ്റി പറയണ്ടല്ലോ, അപാര രുചി തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കഴിച്ച് മോനുകുട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ അതേപോലെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു. ഇനി വളരെ സത്യസന്ധമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. രാവിലെ ഞാൻ ജോലിക്ക് ചെന്നിരുന്ന സമയത്ത് മോമോസ് വാങ്ങിയാലോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലൂടെ ഒന്ന് കടന്നുപോയി. പിന്നെ ഞാനതങ്ങ് വിട്ടു കേട്ടോ. ഇതെങ്ങനെ അവിടെ വരെ ആതിരക്കുട്ടി അറിഞ്ഞു എന്നുള്ളതായിരുന്നു എൻ്റെ ഇന്നത്തെ മുഴുവൻ സംശയവും. അതുമാത്രമല്ല, ഈ 27-ാം തീയതി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ കറുത്ത ചില സംഭവങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ നടന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് ഈ ദിവസം ഈ കേക്ക് മുറിക്കേണ്ടി വന്നത് ആതിരക്കുട്ടി കാരണമാണ്. ശരിക്കും പറഞ്ഞാൽ ആ കറുത്തിരുണ്ട ഓർമ്മകളെയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഈ ദിവസം കുറച്ച് കളറാക്കി തന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഹൃദയത്തിൽ നിന്നൊരു ചക്കരയമ്മ കൊടുത്താൽ കൊള്ളാമെന്നൊക്കെയുണ്ട്, പക്ഷെ ഒരുപാട് ദൂരത്തായി പോയല്ലോ. വൈകിട്ട് കേക്കൊക്കെ ഞാൻ കൊണ്ടുവന്നു. ഇത് അമ്മയ്ക്കുള്ളത് ഞാൻ മുറിച്ചെടുക്കുവാണ്. ഇനിയിപ്പോൾ കുഞ്ഞോനെയും ജാനിക്കുട്ടിയെയും വിളിച്ചിട്ടുണ്ട്. മോനുകുട്ടൻ സൈക്കിളോട്ടമൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവർക്കും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇന്നത്തെ ഈ യാദൃച്ഛികമായ സംഭവങ്ങളൊക്കെ എന്നെ ഓർമ്മപ്പെടുത്തിയത് എന്താണെന്നറിയോ? തളർന്നിരിക്കാനൊന്നും സമയമായിട്ടില്ല, ഇനിയും ഏറെ ദൂരം നടന്നു തീർക്കാനുണ്ട് എന്ന്.